ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 108ാം ജന്മദിനാഘോഷം ലീഡർ കൈത്താങ് ചാരിറ്റി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ 108ാമത് ജന്മദിനം ലീഡർ കൈത്താങ് ചാരിറ്റി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആചരിച്ചു. തിരൂർ നൂർ ലേക്ക് പാർക്കിൽ വെച്ച് നടന്ന ജന്മദിനാഘോഷ പരിപാടികൾ പ്രമുഖ ഗാന്ധിയനും മുൻ എംപിയുമായ സി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ ആ മില്ലിൻ്റെ മുമ്പിലുള്ള പീഡിയയുടെ അവിടെ പോയിരിക്കും. ആ പീഡിയക്കാരനോട് ഒരു 10 മണിയായാൽ എനിക്കൊരു ചായ വേണമെന്ന് വന്ന് കുറ്റിയും പാർത്തിട്ട് ചായ കൊടുക്കും. ഉച്ചയ്ക്ക് അവിടെ ഇരിക്കുന്നുണ്ടാവും. ഈ തലമുറ മനസ്സിലാക്കണം എങ്ങനെയാണ് INDC ഒക്കെ ഉണ്ടാക്കിയത്. ഉച്ചയ്ക്കും പറയും എനിക്ക് വിശക്കണം, കൊടുക്കും. വൈകുന്നേരം കൊടുക്കും. അങ്ങനെ അവിടെ തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കുക. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ കർമ്മ പദ്ധതികൾക്കാണ് ഈ ജന്മദിനാഘോഷത്തോടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പരിസ്ഥിതി പ്രവർത്തകൻ നൂർ മുഹമ്മദിന്റെ സാന്നിധ്യത്തിൽ സി ഹരിദാസ് വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണ പദ്ധതികൾക്ക് ഔപചാരികമായി തുടക്കം കുറിച്ചു. ലീഡർ കൈത്താങ് ചാരിറ്റി ഫൗണ്ടേഷൻ പ്രസിഡന്റ് യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു രമേശ് ഭദ്രദീപം കൊളുത്തുകയും ലീഡറുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഷ്റഫ് MK ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ലീഡർ കൈത്താങ് ചാരിറ്റി ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി വിശ്വം തിരൂർ സ്വാഗതവും ട്രഷറർ രാധാകൃഷ്ണൻ പടാട്ടിൽ നന്ദിയും രേഖപ്പെടുത്തി. ഫൗണ്ടേഷൻ ഭാരവാഹികളായ CK കുമാരൻ, ഡോക്ടർ മസ്താൻ ഹാജി മുതുവാട്ടിൽ, S വിശാലം, ആമിനമോൾ, വിനീത, മനോജ് T, നന്ദകുമാർ, ബാലൻ, സമീർ കാസർകോട്, അനുശ്രീ, രാജ്മോൾ തിരുവനന്തപുരം, ഷെബീർ നെല്ലിയാളി, കാർത്തിയാനി ടീച്ചർ, സതീശൻ പള്ളപ്പുറം, ഷെഫീഖ് പാണക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.